Hello everyone! Welcome to Mehar's Kitchen. ഇന്ന് നമുക്ക് ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. സിമ്പിൾ കേക്കാണ്, ടേസ്റ്റിയാണ്, ഫ്രൂട്ട് കേക്ക്. അപ്പം മമ്മിനൊരു റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ഈ ടേസ്റ്റിയായ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ബട്ടറാണിത്. ഇത് റൂം ടെമ്പറേച്ചറാണ് ബട്ടർ എടുക്കേണ്ടത്. 1/2 കപ്പും 1 ടേബിൾ സ്പൂണും ബട്ടർ, 3 ടേബിൾ സ്പൂൺ ഓയിൽ, 4 എഗ്ഗ് അറ്റ് റൂം ടെമ്പറേച്ചർ. പിന്നെ ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഇത് 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കണം. 2 കപ്പ് മൈദ, ഇത് തരിച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ ലെമൺ ജസ്റ്റ്, നാരങ്ങയുടെ തൊലി. പിന്നെ 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണിത്. പിന്നെ 1 നുള്ള് ഉപ്പ്, 1 നുള്ള് കളറ്. പിന്നെ ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ വാനിലയാണ്. ഇത് വാനില പൗഡറാണ്. നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് യൂസ് ചെയ്താൽ മതി. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ്. നിങ്ങൾ ടൂട്ടി ഫ്രൂട്ടി മാത്രം എടുത്താലും മതി, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏത് കേക്ക് പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിന് നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടാൻ ഈസി ആയി പോവും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തിട്ട് മൈദയും നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ 4 കോർണറിലും നമ്മൾ നല്ല പോലെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെയാണ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി വന്ന മാവ് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. ഇത് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ റൂം ടെമ്പറേച്ചറിലാണ് വെക്കേണ്ടത്. ബട്ടറിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് ഐറ്റംസും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് ആദ്യം റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഉള്ളൂ യൂസ് ചെയ്യാൻ പറ്റുക. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കേക്ക് നേരെ ആയി കിട്ടില്ല. അപ്പോൾ എപ്പോഴും ആദ്യം തണുപ്പ് മാറിയിട്ടുള്ളൂ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുക. അങ്ങനെ അത് 5 മിനിറ്റോളം നന്നായിട്ട് ബട്ടറും ഓയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കളറൊന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലോ ടു മീഡിയം സ്പീഡിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞാൽ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണ വരെ ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാം നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ബട്ടറിലും ഓയിലൊക്കെ നന്നായിട്ട് പഞ്ചസാര ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് ഇതാ നന്നായിട്ട് പഞ്ചസാര മിക്സാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എഗ്ഗ് ചേർക്കേണ്ടതാണ്. ഇതൊക്കെ ഫുൾ സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഇനി എഗ്ഗ് ഓരോന്നായിട്ട് നമ്മൾ 4 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 1 എഗ്ഗ് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷമാണ് മറ്റേ എഗ്ഗ് ഇടേണ്ടത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത എഗ്ഗ് ഇടുന്നുണ്ട്. ഇതുപോലെ തന്നെ 4 എഗ്ഗും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആവണ വരെ ഇത് മിക്സാക്കി എടുത്താൽ മതി.
അങ്ങനെ അതാ 4 മുട്ട ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇത് തരിച്ച് വെച്ച മൈദയാണ്. 2-3 പ്രാവശ്യം നന്നായിട്ട് തരിച്ചെടുക്കണം. പിന്നെ ഇതോടൊപ്പം തന്നെ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കളറും ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ആക്കരുത്, ഇങ്ങനെ മെല്ലെ മെല്ലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ലെമൻ്റെ തൊലി ചുരണ്ടിയെടുത്തതാണത്. അപ്പോൾ ലെമൺ ജസ്റ്റ് ടൂട്ടി ഫ്രൂട്ടിയും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. പിന്നെ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ മെല്ലെ വേണം ചെയ്തെടുക്കാൻ, കുറേ സ്പീഡിൽ ഇത് ചെയ്യരുത്. അങ്ങനെ ഇതാ ഓറഞ്ച് ജ്യൂസും ടൂട്ടി ഫ്രൂട്ടി എല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ബേക്കിംഗ് ട്രേ ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ബാറ്ററി എല്ലാം ഇട്ട് കൊടുക്കാം. ബാറ്ററൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് ഒന്നിങ്ങനെ ബബിൾസൊക്കെ എയർ ബബിൾസ് എല്ലാം ഇതിൽ നിന്ന് കളയണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ടേബിളുമൊക്കെ നന്നായിട്ട്. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി ഇത് ഓവനിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യണം. പ്രീ ഹീറ്റഡ് ഓവനിലാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. അതിപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും. ഇത് നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവനിൽ 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യണം. ഗ്യാസിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെക്കാം. പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂറോളം ഇത് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം. പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമുക്ക് ഈ പ്രീ ഹീറ്റഡ് പാനിലേക്ക് കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെക്കുകയാണെങ്കിലും 45 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതാ ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കേക്ക് റെഡിയാണ്. അടിപൊളിയായിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പീക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും പിന്നെ ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ശരിയാക്കിയെടുത്തത്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് കേക്ക് റൈസായി വന്നിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ലുക്കുണ്ട്. അപ്പോൾ നമുക്കിതിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് തണുത്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് അതിൻ്റെ ബേക്കിംഗ് ട്രേയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം, എൻജോയ് ചെയ്യാം. അടിപൊളി കേക്കാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കണ്ടേ. നല്ല ഫ്രൂട്ട് കേക്ക്, അടിപൊളിയായി ഫ്രൂട്ട് കേക്ക് തയ്യാറാണ്, റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.